നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ രാത്രി എണീറ്റ് പുറത്തിറങ്ങിയ ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ രാത്രി പുറത്ത് നടക്കുമ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അത് മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മാ ഖറജകുമാ മിൻ ബുയൂതികുമാ ആദിഹി സഅ, ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്? അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലേ. വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് എന്നവർ പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ്, ആ വിശപ്പ് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയിട്ടുള്ളത് എന്ന്. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച വിശപ്പൊക്കെ മാറിയ ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലതുസ്അലുന്ന ഹാദിഹി നഈമി യൗമൽ ഖിയാമ, ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. ആലോചിച്ച് നോക്കി, വിശന്നിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ കിടന്നു നോക്കുമല്ലോ, ഒന്ന് കിടന്നിട്ട് ഉറങ്ങാനും കൂടി പറ്റാത്തൊരു വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ആ വിശപ്പടക്കാൻ കിട്ടിയ ഭക്ഷണം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ റമളാൻ അതെത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾക്കകം ഒരു റമളാൻ നമ്മളിലേക്ക് വന്നു ചേരാനുണ്ട്. അള്ളാഹു നമുക്കെല്ലാം ആ റമളാനിൽ ജീവിക്കാനും അതിൻ്റെ എല്ലാ ഇബാദത്തുകളും പുണ്യങ്ങളും കരസ്ഥമാക്കാനുമുള്ള തൗഫീക്ക് റബ്ബ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് മാനസികമായ നമ്മുടെ ഒരു സമീപനമാണ്. നമ്മളെല്ലാവരും തന്നെ അങ്ങനെ റമളാൻ ഉപയോഗപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവിടെ വന്നത് തന്നെ ആ മനസ്സിൻ്റെ, അത്തരത്തിലുള്ളൊരു നല്ല മനസ്സിൻ്റെ ലക്ഷണമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. സൂറത്തു തൗബയിൽ 92-ാമത്തെ ഒരായത്തുണ്ട്. അതായത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണല്ലോ സൂറത്തു തൗബയുടെ ഒരു ഭാഗം, കൂടുതൽ ഭാഗം അവതരിച്ചിട്ടുള്ളത് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരു മാസം വഴിദൂരം സഞ്ചരിച്ചിട്ട് വേണം യുദ്ധത്തിന് പോകാൻ. ആ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും ആ യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട ആയത്തുകൾ കുറേ ഉണ്ട്. അതിൽ ആ യുദ്ധത്തിന് പോകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ടായി, സഹാബത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള യാത്രക്കുള്ള ഒരു യാത്രാ സാമഗ്രികൾ, യാത്രാപാഥേയം തയ്യാറാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഒരു മാസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വേണം, ഭക്ഷണം വേണം, അതൊക്കെ സ്വന്തമായി ഒരുക്കാൻ കഴിവില്ലാത്ത, എന്നാൽ യുദ്ധത്തിന് പോകാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ള ഒരുപാട് സഹാബികളുണ്ടായിരുന്നു. അവരൊക്കെ നബിൻ്റെ അടുത്ത് വന്നിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് വല്ല വാഹനവും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, യുദ്ധത്തിന് പോകാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടവർ വന്നു നബിൻ്റെ അടുത്തേക്ക്. പക്ഷേ നബിൻ്റെ അടുത്ത് അന്നൊന്നും അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു പോകുന്നൊരു രംഗം അള്ളാഹു ഒരായത്തിലൂടെ നമ്മളോട് പറയാണ്. വല്ലാത്തൊരായത്താണത്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലൗ വഅഅ്യുനുഹും തഫീളു മിനദ്ദംഇ ഹസന. അതായത് നിങ്ങൾക്ക് നൽകാൻ യാതൊരു വാഹനവും ഞാൻ കണ്ടെത്തുന്നില്ല, അങ്ങനെ യുദ്ധത്തിനു വേണ്ടി ചെലവഴിക്കാൻ യാതൊന്നും കണ്ടെത്താത്തതിൻ്റെ പേരിലുള്ള ദുഃഖത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവർ തിരിച്ചുപോയി എന്നാണ്. ആ യുദ്ധത്തിന് പോകാൻ അവർക്ക് ഒരു മാർഗവുമില്ല. എൻ്റെ സങ്കടം കൊണ്ട് അവർ കരഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മനസ്സാണ്. അതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു മനസ്സാണ്. ഈ ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. നന്മകൾ
ഒട്ടേറെ സമ്പാദിക്കാനുള്ള സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു വെച്ചുകൊണ്ട് നരകത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് പിശാചുക്കളെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ഒരു നന്മകൾക്ക് 1 അല്ല 70 അല്ല 70,000 വരെ മടങ്ങ് പ്രതിഫലം നൽകാമെന്നും നോമ്പിന് ഞാനാണ് നോമ്പിൻ്റെ പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നല്ല ഒരു നിയ്യത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി നോമ്പ് നോറ്റാൽ സ്വർഗം തരാമെന്ന സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ആകാശത്തിൻ്റെ ഉച്ചിയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഖേദിച്ചുകൊണ്ട് എന്നിലേക്ക് മടങ്ങിയാൽ അത് മുഴുവനും ഞാൻ പുറത്തു തരാമെന്ന കാരുണ്യവാനായ റബ്ബിൻ്റെ സന്തോഷത്തിൻ്റെ അടയാളങ്ങൾ, സന്തോഷകരമായ വർത്തമാനങ്ങളാണ് ഈ റമളാൻ നമ്മളിലേക്ക് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു റമളാനിൻ്റെ സകല നന്മകളും നേടിയെടുക്കാനുള്ള ഒരു അങ്ങേയറ്റത്തെ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളെല്ലാം തന്നെ നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ മദ്രസകളിലൊക്കെ പഠിച്ചു വന്നതാണ്. പക്ഷെ നോമ്പെന്ന് പറയുമ്പോൾ അതൊരു പരിചയമാണ്. അത് വ്യക്തിവിശുദ്ധി, വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കേണ്ട ആളുകൾക്കുള്ള വലിയൊരു പരിചയമാണ്. കല്യാണം കഴിക്കാൻ സാധിക്കുന്നവരൊക്കെ കല്യാണം കഴിക്കണം, അതിന് സാധിക്കാത്തവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറയുമ്പോൾ ജീവിത വിശുദ്ധി നോമ്പിലൂടെ നേടാൻ സാധിക്കുമെന്നത് എത്ര വലിയ ഉദാഹരണത്തിലൂടെയാണ്, വലിയ മാർഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു ഹറാമ് ചെയ്യുമ്പോൾ എൻ്റെ നോമ്പ് മുറിയും, അത് ആ നോമ്പ് മുറിയുമെന്നതല്ല, ഞാനത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരനാവശ്യമായ സംസാരം, ഒരനാവശ്യമായ ഹറാമായ ഒരു സംസാരം, അതേപോലെ തന്നെ അനാവശ്യമായ സമയം ചെലവഴിക്കുക. നമ്മൾ നന്മകൾക്ക് വേണ്ടി മുന്നേറേണ്ട സമയങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കോമഡി വീഡിയോകൾ കണ്ടും സ്റ്റാറ്റസ് വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ സമയത്തെ കൊല്ലുന്ന ആ തരത്തിലേക്ക് നമ്മുടെ നോമ്പ് അധപ്പതിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, നന്നായി ജീവിക്കണം അല്ലേ, കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടാനുണ്ട്, കുറച്ചും കൂടിയൊക്കെ എൻ്റെ നമസ്കാരം നന്നാക്കാനുണ്ട്, എനിക്ക് സ്വഭാവത്തിൽ ഇന്ന വീഴ്ചകളൊക്കെ ഉണ്ട്, ഞാൻ ഒരു ചൂടനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ സഹോദരനൊരു നന്മ ചെന്ന് വരുമ്പം അത് പുറത്തേക്ക് കാണുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ അസ്വസ്ഥത, അസൂയ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സുകളിൽ എവിടേക്കോ ചില അസുഖങ്ങളുണ്ട്. അത് ദേഷ്യത്തിൻ്റെ, അസൂയയുടെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ, ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ചില ഗുണങ്ങളൊക്കെ എനിക്കുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ഞാൻ കടിഞ്ഞാനിട്ട് നിർത്തുന്നതാണ്, എങ്കിലും അത് പലപ്പോഴായിട്ട് പുറത്തു വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മോചനം വേണം, ഒന്ന് നന്നാകണം, എൻ്റെ നമസ്കാരം നന്നാക്കണം, എൻ്റെ ഫർള് നമസ്കാരം ഒന്നുകൂടി ചിട്ടപ്പെടുത്തണം. ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ അതിനുള്ള ഒരു അവസരമാണ് ഈ റമളാൻ. കാരണം റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അല്ലാതെ നമ്മളെ തടി കുറക്കാൻ, നോമ്പ് വരട്ടെ, എനിക്ക് കുറച്ച് തടി കുറക്കണം, എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോളാക്കണം എന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ നിയ്യത്ത് മാറിപ്പോകുന്നത് നമ്മൾ ഭയപ്പെടണം. നോമ്പെന്ന് പറഞ്ഞാൽ അത് തഖ്വക്ക് വേണ്ടിയാണ്, വ്യക്തിവിശുദ്ധി. ജീവിതത്തിൽ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കൃത്യമായ അസ്മാഉ സിഫത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനെ പറ്റി കൃത്യമായി അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല. അള്ളാഹുവും റസൂലും എന്ത് പറയുന്നു അതാണെൻ്റെ ഇഷ്ടം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള അതിനുള്ളൊരു ട്രെയിനിങ് ആണ് സത്യത്തിൽ നോമ്പ്. അതിനുള്ള ഒരു എളുപ്പം അള്ളാഹു റമളാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു ഒരു ഞെരുക്കത്തെ, ഒരു പ്രയാസത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല.
എന്ന് പറയുമ്പം തന്നെ ആ തഖ്വ കൈവരിക്കാനുള്ള ഒരു എളുപ്പം റമളാനിൽ അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തഖ്വ നിലനിർത്താനും അത് കൈവരിക്കാനും അത് നിലനിർത്താനുമാണ് നമ്മൾ നോമ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ ആവശ്യമായ ഈ സംവിധാനമാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ഈ ദീനുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യമാകട്ടെ, അതൊക്കെ എന്താണ്? അതൊക്കെ ആ തഖ്വ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ, ഒരു ഉംറ അടുത്ത ഉംറ വരെ, ഒരു നോമ്പ് അടുത്ത നോമ്പ് വരെ ഒരു സംരക്ഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു നമസ്കാരം നിർവഹിക്കുമ്പോൾ അടുത്തൊരു നമസ്കാരം വരെ അത് വലിയൊരു സംരക്ഷണമാണ്. ഒരു ഒളു ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു സംരക്ഷണമുണ്ട്. അങ്ങനെ ദീനിൻ്റെ ഏതൊരു കാര്യം നമ്മളെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഏത് പ്രതിസന്ധികൾക്കിടയിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾക്കിടയിലും നമ്മളത് പാലിച്ച് മുന്നോട്ട് പോകുന്നവനാണ് എന്ന് നമ്മൾ തെളിയിക്കുന്ന അവസരമാണ് ജീവിതം മുഴുവൻ. ഇത് പരീക്ഷണമാണെന്ന് പറയുമ്പോൾ അതാണ്, ഏത് ഘട്ടത്തിലും നമ്മളതിന് തയ്യാറാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സബറാണ് നമ്മൾ നോമ്പിലൂടെ കൈവരിക്കുന്നത്. സബർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നാണ്. ഒരു മുസീബത്ത് വരുമ്പം, ഒരു ഇടങ്ങേറും ഒരു അപകടമൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതിനാണ് സബർ എന്ന് പറയാം. അല്ല, അത് മാത്രമല്ല സബർ, അത് മൂന്നാമത്തെ ഇനം സബറാണ്. ഒന്നാമത്തെ സബർ എന്ന് പറഞ്ഞാൽ ഫീ ത്വാഅത്തില്ല എന്നാണ്. ഫീ ത്വാഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സബറാണ്. ബാങ്ക് വിളിക്കുമ്പം പള്ളിയിൽ പോകാൻ, ജമാഅത്തിന് പോകാൻ, അതിനൊരു തടസ്സം, ദുന്യവിയായ ഒരു തടസ്സങ്ങളും നമ്മുടെ മുമ്പിൽ നമുക്കുണ്ടാകാൻ പാടില്ല. അത് ആ നിസ്കാരത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. താബിയുകളായ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും. എൻ്റെ മകൻ മരിച്ചപ്പോൾ, എൻ്റെ കുട്ടി മരിച്ചപ്പോൾ കുറേ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അവരെന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ എൻ്റെ ഒരു അസർ നമസ്കാരം ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആരും വന്ന് സമാധാനിപ്പിച്ചില്ല എന്നാണ്. കാരണം അവർ ആ അസർ നമസ്കാരം നഷ്ടപ്പെടുക എന്നത് അതിനെ കുട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണ്, മുസീബത്തായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് ഒരു നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, ഒരു തോട്ടത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടാൻ ഇടവന്നപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ദാനം ചെയ്തു. ഒരു വക്ത് നമസ്കാരം, അത് ജമാഅത്ത് നഷ്ടപ്പെടുന്നു, ഖളായി എന്നല്ല പറയണേ, ജമാഅത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി എന്നാണ്. അപ്പോൾ അവിടെ ഒരു നമസ്കാരത്തിൻ്റെ വിലയാണ് അവർ ഉൾക്കൊണ്ട അതിൻ്റെ വിലയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേപോലെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള നമ്മുടെ ക്ഷമ, അത് തെളിയിക്കാനും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ വലിയൊരു അവസരമാണ് ഈ റമളാൻ എന്നത്. രണ്ടാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ വഅൻ മഅസിയത്തില്ല എന്നാണ്. പാപങ്ങൾ ചെയ്യാതിരിക്കാൻ, തെറ്റുകൾ, ഷഹവാത്തുകൾ, ദേഹേച്ഛകൾ, അത് ചെയ്യണം ഇത് ചെയ്യണം. നമുക്കറിയാം, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ നമ്മളെ മാടി വിളിക്കാണ്. അത് പലപ്പോഴും തിന്മയാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധം അത് അലങ്കൃതമായി പിശാച് നമ്മളെ തോന്നിക്കുകയാണ്. ചില കാര്യങ്ങളൊന്നും പെട്ട് കഴിയുമ്പോഴാണ് അത് തെറ്റായിരുന്നു, തിന്മയായിരുന്നു എന്ന് പോലും വിശ്വാസികളായ ആളുകൾക്ക് തോന്നുന്നത്. അത്രത്തോളം കാപട്യം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട്, അള്ളാഹുവിലുള്ള കരുത്തുള്ള വിശ്വാസം കൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ്. ആ ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ. അതാണ് വഅൻ മഅസിയത്തില്ല, പാപങ്ങൾ ചെയ്യാതിരിക്കാൻ, ദേഹേച്ഛകൾക്കെതിരെ ഹറാമിൽ ചെന്ന് പതിക്കാതിരിക്കാൻ, ഹറാമുകളിൽ കുടുങ്ങാതിരിക്കാൻ നമ്മൾ പുലർത്തേണ്ട ഒരു ക്ഷമയുണ്ട്. ആ ക്ഷമയാണ് രണ്ടാമത്തെ ക്ഷമ. മൂന്നാമത്തേതാണെന്ത്?
മൂന്നാമത്തെ ക്ഷമയാണ് നമ്മൾ ഈ പറയുന്നൊരു പ്രയാസവും മുസീബത്തും ഇടങ്ങേറൊക്കെ വരുമ്പം, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസറാണ്, ഇതൊക്കെ വരുമ്പോഴുള്ളൊരു ക്ഷമ ഉണ്ടല്ലോ, അത് മൂന്നാമത്തെ ക്ഷമയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ക്ഷമ കൈവരിക്കാൻ ഉള്ളൊരു അവസരമാണ് സത്യത്തിൽ റമദാൻ, നമ്മളെ മനസ്സ് പാകപ്പെടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ചിലതൊന്നും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകാത്ത ഒരു ഓളത്തിലിങ്ങനെ, ഒരു വൈബ് എന്ന് പറയില്ലേ, ഒരു വൈബിലിങ്ങനെ ജീവിച്ച് പോവുകയാണ് നമ്മൾ. ഈ ദുനിയാവിൻ്റെ കുറേ വീഡിയോകളും ഫേസ്ബുക്കും സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമും ഒരു ട്രെൻഡാണ്, പുതിയൊരു കൾച്ചറാണ്. നമ്മളല്ലെങ്കിലും നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ ആ ട്രെൻഡ് കാണുന്നുണ്ട്, നമ്മൾ അത് അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓളങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു നിമിഷം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരും. ഒരു മെഡിക്കൽ റിപ്പോർട്ട്, ഇപ്പോൾ ബയോപ്സി ചെയ്തു, ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ, മോള് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ ചെറിയൊരു മുഴ ഉണ്ടല്ലോ, ഇത്ര കാലം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണത് കണ്ടത്. കുത്തിയെടുത്തു, അപ്പോൾ എന്താണ്, അതിൽ ചെറിയ പ്രശ്നമുണ്ട്. ബയോപ്സി റിപ്പോർട്ട് വന്നു, ക്യാൻസറാണ്. അപ്പോൾ വീണ്ടും പരിശോധനകൾ നടത്തി, സ്കാനിങ് നടത്തി, അത് വേറെ എവിടെയൊക്കെ പടർന്നിട്ടുണ്ട്, സർജറി ബുദ്ധിമുട്ടാണ്, ഇനി കീമോ കൊടുക്കാം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഓളങ്ങൾ അവസാനിച്ച് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ഇത്ര കാലം ജീവിച്ചത് എന്തിനായിരുന്നു എന്ന് നമ്മളിലോട് ചോദിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ത്, എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അത് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ കഴിഞ്ഞകാല ജീവിതത്തിലെ വിഷമങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ നഷ്ടബോധം വീണ്ടെടുത്തുകൊണ്ട് ശേഷിച്ച ജീവിതം നിലപാട് നന്നാക്കി തീർത്ത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ തിരിച്ചറിവ് നമുക്ക് ജീവിതത്തിൽ എത്ര നേരത്തെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത്, അതേപോലെ ആ കൈവരിച്ച ആ അതിജീവനുണ്ടല്ലോ, ആ കൈവരിച്ചത് അത് പ്രായോഗികമായി ശിഷ്ടജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ആ ഒരു ബോധം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ബാക്കി ജീവിതം കണ്ടാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് നമ്മുടെ നമസ്കാരം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ, നീയത്തുകൾ, ഇതൊക്കെ നന്നാക്കിക്കൊണ്ട് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ, ഒരു നല്ല ജീവിതം ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാൻ ഈ റമദാൻ നമുക്ക് ഒരു പ്രതീക്ഷ നൽകേണ്ട, ഒരു പ്രേരണ നമുക്ക് നൽകേണ്ടതുണ്ട്. അതിന് വലിയൊരു അവസരം ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സോടുകൂടെയാണ് നമ്മൾ ഈ റമദാനിലേക്ക് പോകേണ്ടത്. എത്രയോ കാലം നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട്, ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് നോൽക്കുക. അതൊരു റമദാൻ 1 തുടങ്ങി 30 അവസാനിച്ച്, അതൊക്കെ കൂടി റമദാൻ 1 ചില കാര്യങ്ങളൊക്കെ തുറന്നു വെച്ച് 30 അവസാനിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിരം റമദാനായിട്ട് ഈ റമദാൻ മാറാൻ പാടില്ല. നമ്മൾ 7 നാളെ നമ്മളെ കർമ്മരേഖ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ കർമ്മരേഖയിൽ 2024 റമദാൻ അതൊരു അടയാളപ്പെടുത്തപ്പെട്ട റമദാനായി മാറണം. അതൊരു രേഖപ്പെടുത്തപ്പെട്ട, ഇങ്ങനെ കാണണം നമ്മൾ 7. ആ റമദാനിന് ശേഷമാണ് വലിയൊരു മാറ്റമുണ്ടായത്. അങ്ങനെ തന്നെ നമ്മൾ ഓരോ ജീവിതവും, നാളെ ഒരു നോമ്പ് 1 കഴിഞ്ഞ് നോമ്പ് 2ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര മാറി, നമ്മൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളെ രേഖയിൽ എന്തുണ്ട്. പലപ്പോഴും ആളുകൾ രോഗമായിട്ടാണെങ്കിലും ഒരു പ്രയാസപ്പെട്ടൊക്കെ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു അവസരം ഉണ്ടാവും, ഒരു സന്ദർഭം ഉണ്ടാവും. ഇപ്പം ക്യാൻസറാണ്, ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശനായി ആളുകൾ കിടക്കുന്നൊരു സന്ദർഭമുണ്ട്. അന്ന് പിന്നെ ജീവിതത്തിൽ ഒരോളം ഉണ്ടാവില്ല. നമ്മളെ ബിസിനസ്സിൽ എത്ര വരുമാനമുണ്ട് എന്ന് നമ്മൾ ചോദിക്കൂല, നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യത്തെ പറ്റിയും പിന്നെ ആളുകൾ ചോദിക്കൂല. മരണത്തിലേക്ക് കാത്തുകൊണ്ടിരിക്കുന്ന, അവിടെ എന്ത് പ്രതീക്ഷയുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. സത്യത്തിൽ അത് നമ്മൾ ഇപ്പം തന്നെ തുടങ്ങണം. എന്തുണ്ട്, നമ്മളെല്ലാവരും എന്താ പറയുക, മരിക്കാനിരിക്കുന്നവരും അതാണ് പറയുക, മരണശയ്യയിൽ കിടക്കുന്നവരും അതാണ് പറയുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാൻ എന്തായിരിക്കും, ഇപ്പോൾ ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ പെണ്ണുങ്ങളെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ കുട്ടികളെ ഞാനാ പഠിപ്പിക്കുക, അവർക്കാരാ വീട് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഇത്രയും ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത്, നമ്മൾ കേൾക്കാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. എന്നാൽ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട എന്താ അറിയോ,
ഈ ഇവിടെ നിന്നാണ് മരിച്ചാൽ നമ്മളെ ഖബറിൽ നമുക്കെന്താ ഉണ്ടാകുക? നമ്മുടെ രേഖയിൽ എന്താ ഉണ്ടാകുക? നമ്മളെ ഖബറിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ വെച്ച് ഇപ്പോഴും മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൻ്റെ മാലാഖമാർ, ആ മലക്കുകൾ വരുന്നത് തന്നെ എങ്ങനെയായിരിക്കും? ആ റൂഹ് എടുക്കുന്നതോടുകൂടി ഒരു പ്രയാസകരമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും?